ഏതവനാണെന്നറിയത്തില്ല. KL29X7093 വന്നിരിക്കുക റോയൽ എൻഫീൽഡിൽ. ഒരവനും സോമരാജനും കൂടെ കയറി വർക്ക് ഏരിയയിൽ ഇരിക്കുകയായിരുന്നു. അമ്മ എവിടെ പോയി? അമ്പാടിക്കടയിലോ? ഇവിടെ സാറമ്മയും ഞാനും കൂടെ താമസിക്കുന്നതെന്ന് അറിയത്തില്ലയോ അമ്മയ്ക്ക്? എനിക്കറിയാം. അറിയാം അല്ലയോ? ഇവിടെ കുറേ അയലത്തുകാരുണ്ട്. നമ്മളെക്കുറിച്ച് അങ്ങ് കഥ പറച്ചില്ല. നമ്മുടെ അടുക്ക ഇവിടെ ആണുങ്ങൾ വരുന്നു കയറുന്നു. ഇവിടെയും ഇതൊക്കെ പൊക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലയോ? കണ്ടോ? ഇതൊക്കെ കണ്ടോ? വേറെ എവിടെയെങ്കിലും കാണാവോ ഇതുപോലെ? ഇത് കണ്ടില്ലേ? ഏതാണ്ട് ഇവിടെ. എന്നിട്ട് ഇതിനകത്തൊക്കെ ആണുങ്ങൾ കയറി പെണ്ണുങ്ങളുമായിട്ട് ഇരുന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ കയറുന്നെന്ന് കഥയുണ്ടാക്കുക. അവരുടെ വീട്ടിലോട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരുന്നത് ഇങ്ങനെ ഇവിടെ. ഇത് അതുകൊണ്ട് നമ്മൾ കാണാതിരിക്കാൻ ഇതൊക്കെ വെച്ച് മറച്ചേക്കുന്നത്. ഇതൊക്കെ നാട്ടുകാരോടൊന്ന് പറയണം കേട്ടോ. നമ്മളോട് വലിയ ശല്യമാണ് ഇത്. നിങ്ങൾക്ക് നേരത്തെ മുതലേ ഉള്ളതല്ലയോ? നിങ്ങളുടെ ആളുകളല്ലേ നമ്മളോട്? അന്യ ആളുകളാരും പറയത്തില്ല. ഞങ്ങളെ പോലുള്ളവരാരും പറയത്തില്ല. ഞങ്ങള് അമ്മയ്ക്കറിയാലോ പണ്ട് തൊട്ടുള്ള ശല്യം ഞങ്ങൾക്കറിയാം. ഇത് കണ്ടില്ലേ ക്യാമറയൊക്കെ ഇവിടെ നിന്ന് പൊട്ടിച്ചൊക്കെ അറിയാവോ അമ്മയ്ക്ക്? അതും പൊട്ടിച്ചോ? ഇതറിയത്തില്ലയോ? അമ്മ എവിടുത്തെയാ? എനിക്ക് അമ്മയെ കണ്ടോളൂ. ഇങ്ങനൊന്നും പറയണം. നമ്മളോട് വലിയ ശല്യമാണ്. നമ്മള് ബന്ധം ഒഴിഞ്ഞതാ. നമ്മളില്ല ഒപ്പിടാൻ പോയില്ലയോ അവിടെ കൊറോണയുടെ ഇതിന് നമ്മള് എവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ മാറിയില്ല. ഇഞ്ചക്ഷൻ എടുക്കാൻ അന്ന് നമ്മള് കണ്ടതാ. നാട്ടുകാരോടൊന്ന് പറയണം കേട്ടോ. വലിയ ശല്യം. നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ ബന്ധം ഒഴിഞ്ഞ് അവനും കുറെ ആളുകളും കൂടെ കൂടിയാ നമ്മളോട് വലിയ ശല്യമാണ്. ഇങ്ങനെ ഇവന്മാരൊക്കെയാ നമ്മളെ ഇങ്ങനെ പറയുക. എന്നിട്ട് ഇതുവഴി ഒരു വഴിയുണ്ട്. ഒരു വടക്കേലൊരു വീടുണ്ട് പുറകില്. ചെരിപ്പെന്ന് പറയും അവനെ. അറിയാവോനെ? അവൻ ഇതുവഴി പോയേച്ചാൽ അവൻ്റെ വഴി ഇതാണ്ട് നമ്മൾ വീടുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. കണ്ടാലറിയാം. അവൻ്റെ വഴിയെ പോയാലേ നമ്മുടെ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല. ഏതാണ്ട് കണ്ടോ? അവൻ്റെ ഈ വഴിയെ ആൾക്കാരെ നടത്തിയേച്ച് പറയും നമ്മുടെ വീട്ടിൽ വഴിവാണ്. ഇങ്ങനെയൊക്കെയുള്ള കഥകളാമേ. നമുക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി. അമ്മയ്ക്കറിയാമല്ലോ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്നതെന്ന്. ഇതൊക്കെ നാട്ടുകാരോടൊന്ന് പറയണം കേട്ടോ. ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുക. നമ്മളെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ പണ്ട് മുതലേ ഇവന്മാർ. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാൻ സംഗതികളല്ലയോ? അറിയാം. അയാൾ ഇവരുടെ സൈഡാ. ഇവിടെ അങ്ങേര് വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ. ഏതാ ഈ ചെരുപ്പെന്ന് പറയുന്നവൻ, ഈ വഴിക്കാരൻ. അവനെ ഇതാക്കി. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പോലീസിൽ കൊടുക്കാം. അല്ല എന്തുവാ പിന്നെ കോടതി കൊടുക്കാം. അത് ഞാൻ പറയാൻ വായിച്ചതാ. പോലീസ് പരാതിപ്പെടണം. ഇങ്ങനെ എന്നും ഇപ്പൊ നിങ്ങൾക്കൊക്കെ പണ്ടേ അറിയാം ഞങ്ങളോടുള്ള ഗുസ്തികൾ. ഞങ്ങൾക്കറിയാം. പണ്ടേ അറിയാം. വണ്ടി വരുന്നു. നീങ്ങി നിൽക്കും. സാറിന്റെ ഭർത്താവുള്ള കാലം മുതലേ അന്ന് മുതലേ അറിയാമല്ലോ വഴക്കൊക്കെ. എൻ്റെ അച്ഛനുള്ള കാലം മുതലേ എൻ്റെ അച്ഛനെ പീഡിപ്പിച്ച് കൊന്നതാ. നിങ്ങൾക്ക് അറിയത്തില്ലയോ? മുള്ളുവേലിയായിരുന്നു. അന്നറിയാവോ? നിങ്ങളൊരു പരാതിപ്പെടുക. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ തന്നെ താമസിക്കും. നിങ്ങൾ ഒരു പരാതിപ്പെടുക തന്നെ. അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ആളുകളല്ലേ? ഞങ്ങളാരും പറയത്തില്ല. ഞങ്ങൾ ഇത്രയും കാലത്തിനോടങ്ങനെ ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവര് തമ്മിലുള്ള പ്രശ്നമേ ഞങ്ങൾക്കറിയാം. എന്റെ വസ്തുവും വകയും മോട്ടിക്കണം. ഇങ്ങനെ പല പല ഇതാ. പ്രായമുള്ള ആളുകൾ മുതൽ പറയുന്നത് കേട്ടോണം. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയില്ല. എൻ്റെ അച്ഛനെ മുതൽ പീഡിപ്പിക്കുക. ഇപ്പം എന്നെ പീഡിപ്പിക്കുക. എൻ്റെ വസ്തുവും വകയും വേണമെന്ന് കണ്ടവളുമാർക്കൊക്കെ. വസ്തുവും വകയ്ക്കും അവളുമാരും ഒക്കെ നടക്കുക. ഇങ്ങനെ കയറി ഇരിക്കുക. കുറേ അവന്മാരും ഇവിടെയും വന്ന് കയറി ഇരുന്നുകൊണ്ട് നമ്മളെടുക്കെ അനാവശ്യം ചെയ്യുക. ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിർത്താറായില്ല ഇവന്മാർക്ക്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമ്മളെ പീഡിപ്പിക്കുന്നത്. നാട്ടുകാർക്കെല്ലാം അറിയാം. മിണ്ടാതിരുന്ന് കഥയങ്ങ് ഉണ്ടാക്കിപ്പിക്കാം. ഞാൻ ഉണ്ടാക്കിപ്പിക്കാം. എല്ലാവരെയും കൊണ്ട് കഥ ഞാൻ ഉണ്ടാക്കിപ്പിക്കാം.